ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ഓർമ്മകൾ എപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. ജീവിതത്തിലെ ഓർമ്മകളിൽ വേദനാകരമായ ഓർമ്മകൾ കൂടുതൽ ശക്തമായ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തും. യേശുവിന്റെ കുരിശാരോഹണത്തെയും പീഡാസഹനത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന വേളയിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം, ഒരു ഓർമ്മയും പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വളരെ ചെറിയ പ്രായമാണ്. തൊട്ടടുത്തുള്ള ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിലാണ് പോകുന്നത്. ഇടവകപ്പള്ളിയിലേക്ക് പോകുന്നില്ല. ഏറ്റവും അടുത്ത് ഉള്ള ദേവാലയം എന്ന നിലയ്ക്ക് ഒരു ഇടവകപ്പള്ളിയായിട്ട് കരുതിയിരുന്നത്, അല്ലെങ്കിൽ കൂട്ടായ്മയായിട്ട് കരുതിയിരുന്നത് ഈ ലത്തീൻ ചർച്ച. ഇടവക ദേവാലയം ദൂരെ ആയിരുന്നതുകൊണ്ടും ആ ദേവാലയത്തിൽ പോവുക അസാധ്യമായിരുന്നുകൊണ്ടും മാത്രമല്ല, അങ്ങനൊരു കൂട്ടായ്മ അന്ന് അനുഭവപ്പെടുന്നു. മരുടെ മൂത്തേടം പള്ളിയിൽ അങ്ങനെ പീഡാനുഭവാനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു കാര്യം ഓർമ്മയുണ്ട്. അതിലേറെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവിടുത്തെ തിരുസ്വരൂപം വളരെ പ്രത്യേകതയുള്ളതാണ്, വലിപ്പമുള്ളതാണ്. കണ്ണുകൾ അടയ്ക്കുന്ന, ശിരസനക്കാൻ കഴിയുന്ന, യഥാർത്ഥ മുടിയുടെ രൂപമുള്ള, മുടിയുള്ള, വളരെ വലിപ്പമുള്ള ക്രൂശിത രൂപമാണ് അവിടുത്തെ ഉള്ളത്. ആ ക്രൂശിത രൂപം കുരിശിൽ നിന്ന് ഇറക്കി കബറിൽ വെക്കാൻ കഴിയും. അപ്പൊ അവിടെ ഈ ചടങ്ങുകൾക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ട ഒരു ഇരടി ഇപ്പോഴും മറക്കാൻ കഴിയാത്ത വിധം മനസ്സിനെ ഭരിക്കുന്നുണ്ട്. അതന്ന് ആലപിച്ച പുരോഹിതന് അത്തരത്തിലൊരു പേര് തന്നെ ഉണ്ടായിരുന്നു, ഇതാ കുരിശുമരം എന്ന് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ രൂപവും ആ ശബ്ദവും അന്ന് കേട്ട വരികളും ആ ബാല്യത്തിൽ എന്നതുപോലെ ഇന്നും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. ഇതാ കുരിശുമരം, ഇതിലാണു ലോകൈക രക്ഷകൻ, മരണം വരിച്ചതീ മണ്ണിന്നാ, വരുവിൻ വണങ്ങാം ആരാധിക്കാം. ഹൃദയത്തിനകത്ത് ആഴത്തിൽ സ്പർശിച്ച ആ വരികൾ ജീവിതത്തിലുടനീളം കുരിശിൽ സത്യത്തിന് വേണ്ടി പിടയുന്ന ഒരുവിനെ കുറിച്ചുള്ള ഓർമ്മ, ജീവിതത്തിൽ അവരന് വേണ്ടി ജീവിതം സ്വയം അർപ്പിക്കണമെന്ന ബോധ്യം ഉറപ്പിക്കാൻ കെൽപ്പുള്ളതായിരുന്നു. ഒരുപക്ഷെ നിരീശ്വരവാദത്തിലൂടെയൊക്കെ കടന്നുപോയ നാളുകളിലും അവരൻ സങ്കടപ്പെടരുത്, വേദനിക്കുന്നവനോട് കൂടെ നിൽക്കണം എന്ന ബോധ്യമൊക്കെ ജനിപ്പിച്ചത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം. ആശയടക്കം ശീലിച്ചൊക്കെ വളർന്നൊരു ബാല്യമാണുള്ളത്. ആ ആശയടക്കത്തിനകത്തൊക്കെ കണ്ടിരുന്നത് അവരന്റെ മുഖത്ത് വിരിയുന്ന ചിരിയാണ്. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരിക്കലും പിടിവിടാതെ കൂടെ നടക്കുന്ന ഒരു ഓർമ്മയായി ഈ ക്രിസ്തു എന്നും ഉണ്ടായിരുന്നു. സഭയ്ക്കെതിരായും വിശ്വാസത്തിനെതിരായും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ പോലും അവരന് വേണ്ടി സഹിക്കാനും ത്യജിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിവ് നൽകുന്ന ഒരു ഓർമ്മയായി ക്രിസ്തു കൂടെ വരുന്നു. വൈയക്തികമായൊരു അനുഭവം പറഞ്ഞുകൊണ്ട് സ്വന്തം കാര്യങ്ങളിലേക്ക് പോകാനല്ല, ലോക ചരിത്രത്തെ തന്നെ ജീവാർപ്പണത്തിന്റെ സവിശേഷത കൊണ്ട് രണ്ടായി വിഭജിക്കുന്ന ക്രിസ്തുവിന്റെ യാഗമാണ് നമ്മുടെ മുൻപിൽ. ഒരു മരത്തിലൂടെ വന്ന പാപം ഒരു മരത്തിലൂടെ നീക്കുന്ന ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, ഉൽപ്പത്തി കഥകളിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് മനുഷ്യന് ദൈവവുമായി അകലുണ്ടാകുന്നത്, സഹോദരനുമായി അകലുണ്ടാകുന്നത്. ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ, ദൈവേഷ്ടം മനസ്സിലാക്കാതെ, സ്വന്തം ഇഷ്ടത്തിന് കീഴ്വഴങ്ങി കണ്ണിന് കൗതുകകരം, ആസ്വാദ്യം, അറിവേകാൻ കഴിയുമെന്നതിൽ അഭികാമ്യം എന്ന് കണ്ട് ഹവ്വ ഒരു പഴം പറിച്ചു തിന്നുന്നു. ആദ്യമായി ദൈവത്തിനെതിരെ നിലപാടെടുക്കുന്ന മനുഷ്യൻ. ലോകചരിത്രത്തിൽ മിക്കവാറും മതങ്ങൾക്കകത്ത് കാണാവുന്ന ഒരു കാര്യം, എല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മരച്ചുവട്ടിലാണ്. ദൈവത്തെ നഷ്ടപ്പെടുന്നത് ഒരു മരച്ചുവട്ടിൽ വെച്ചാണ്. ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും സ്വന്തം ഇച്ഛയ്ക്കും കാമത്തിനും
സ്വന്തം അറിവിനും വിധേയപ്പെടുത്താൻ ശ്രമിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്തു പോകുന്ന ഒരു അബദ്ധം ദൈവത്തിൽ നിന്ന് അകലുക എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യന്റെ അടുത്ത പടി അവരനെ നിഷേധിക്കുക എന്നുള്ളതാണ്. ഇവളെന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞ ആദം പാപം ചെയ്തതിന് ശേഷം മനുഷ്യനെ നിഷേധിക്കുന്നു. ഹവയെക്കുറിച്ച് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ പറഞ്ഞു, ഞാനത് കഴിച്ചു. എന്റെ പാപത്തിന്റെ ഉത്തരവാദിത്വം അവരന്റെ ചുമലിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നല്ലവനാകുന്നു, അവരനെ നിഷേധിക്കുന്നു. അപരത്വ നിഷേധത്തിന്റെ ചരിത്രമാണ് ലോക ചരിത്രത്തിൽ മുഴുവനായി നമുക്ക് കാണാൻ പറ്റുക. യേശു ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് നമുക്ക് കാണാം. അത്തിവൃക്ഷത്തെ യേശു എന്തുകൊണ്ട് ശപിച്ചു എന്ന് അവിടെ വ്യക്തമല്ല. അതിൽ അത്തിപ്പഴം ഉണ്ടാവുമെന്ന് അവൻ ധരിച്ചു എന്ന് പറയും. കാലത്തെയും ലോകത്തെയും തിരിച്ചറിയാൻ ക്രിസ്തുവിനോളം കഴിവുള്ള ഒരാൾ വേറെ ആരുണ്ട്? എന്നിട്ട് അത്തിവൃക്ഷത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിന്റെ ഇലകൾ തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും എന്ന് പറയുന്ന, ഈ ലോകത്തെ നോക്കി പഠിക്കണം എന്ന് പറയുന്ന ക്രിസ്തു ഈ അത്തിമരത്തിൽ ഇലകൾ കണ്ടപ്പോൾ അതിൽ കായ്കൾ ഉണ്ടാകുമെന്ന് ധരിച്ചു എന്നാണ് പറയുക. അവിടെ ആദി മനുഷ്യന് സംഭവിച്ച ഒരു വീഴ്ചയുടെ പ്രകാശനം, ഒരു പ്രലോഭനം നമുക്ക് കാണാം. ആ പ്രലോഭനത്തെ ക്രിസ്തു ജയിക്കുന്നത് ഇനിമേൽ നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അത്തിവൃക്ഷത്തെ ശപിക്കലല്ല. പറുദീസയിൽ ദൈവമനുഷ്യ ബന്ധം നഷ്ടപ്പെടുത്തിയ ആ വൃക്ഷത്തിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്, ഇനിമേൽ നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെ. ആ മരം ഉണങ്ങിപ്പോയി. വീണ്ടും നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് ഒരു ഉണങ്ങിയ മരത്തിലാണ്. ഇതാ കുരിശുമരം. ഇതിലാണ് ലോകൈക രക്ഷകൻ മരണം വരിച്ചത് ഈ മണ്ണിനായി. അങ്ങനെ ജ്ഞാനമാകുന്ന ക്രിസ്തു ഒരുണങ്ങിയ മരത്തിൽ തറയ്ക്കപ്പെടുന്നു. യേശു അറിവിന്റെ കനിയായിട്ട് മാറുന്നു. യേശുവിനെ സ്വീകരിക്കുന്നവർ അറിവുള്ളവരാകുന്നു. അറിവിനെ തിരിച്ചറിവാക്കുന്ന വരം, ആത്മാവിന്റെ സമൃദ്ധി അവിടുന്ന് നമുക്ക് നൽകുന്നു. മനുഷ്യരക്ഷ കുരിശിലൂടെ സാധ്യമാകുമ്പോൾ പറുദീസയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവമനുഷ്യ ബന്ധത്തിലേക്ക് നാം കൂട്ടിവിളക്കപ്പെടുന്നു. ഒരോർമ്മ നമ്മുടെ ജീവിതത്തെ ആകെ ഗ്രസിച്ചു നിൽക്കുന്നു. എവിടെയും മനുഷ്യർ ദൈവത്തെ തേടുന്നതിൽ മരച്ചുവട്ടിലാണ്. ബുദ്ധൻ തേടിയത് ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. നഥാനയിൽ അത്തിമരത്തിന്റെ ചുവട്ടിലേക്കാണ് പോകുന്നത്. മരത്തിന്റെ ചുവടുകളിലേക്ക് മനുഷ്യർ പോകുന്നു. മരത്തിന്റെ ചുവടുകളിലേക്ക് പോകുമ്പോൾ ഇനി നിങ്ങൾ പച്ചമരങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. ഒരു ഉണങ്ങിയ മരത്തിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾക്ക് പോകാം. കുരിശ് അപ്രകാരം പ്രത്യാശയുടെ അടയാളമായിട്ട് മാറുന്നു. ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് ജീവന്റെ കനി. ഈ ലോകത്തെ ഏതു ദുരിതാനുഭവങ്ങൾക്കകത്തും ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കഴിയും. നിങ്ങളുടെ വ്യാകുലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നവയല്ല. വരണ്ടുപോയ നദികൾക്കകത്ത് നമുക്ക് പുതുനദിയെ കാണാം. ജീവജലത്തിന്റെ അരുവികളെ കാണാം. തകർന്ന ഓരോ ഹൃദയത്തിനകത്തും പ്രത്യാശയുടെ ഓർമ്മയായി ജീവിതത്തിന്റെ മഹത്വം മുഴുവൻ സ്വയമുപേക്ഷ വഴിയും അവരന് വേണ്ടിയുള്ള സമർപ്പണം വഴിയും നമുക്ക് ആനന്ദാനുഭവമാക്കി മാറ്റാം എന്ന ഓർമ്മപ്പെടുത്തലാണ് കുരിശ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇന്ന് കുരിശിനെ ആരാധിക്കുമ്പോൾ ഇക്കാര്യം ഓർക്കണം. ഒരുവൻ എനിക്ക് വേണ്ടി എന്റെ കുറവുകൾക്ക് പകരമായി മരിച്ചു. അവന്റെ മരണം എന്നെ ജീവനുള്ളതാക്കി മാറ്റുന്നു. സ്വന്തം ശരീരം എന്റെ ഭക്ഷണമായിട്ട് മാറുന്നു. എന്റെ ജീവിതത്തിന്റെ എല്ലാ പരിമിതികളെയും മറികടക്കാൻ ക്രിസ്തു ബലമായി തന്റെ ആത്മാവിന് നൽകുന്നു. ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കുരിശുമരണം ലോക ചരിത്രത്തെ വിഭജിക്കുന്നു. മനുഷ്യബന്ധങ്ങളെ പുതുക്കി പണിയുന്നു. ദൈവമനുഷ്യ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നു. ആ ബന്ധത്തിനകത്താകാൻ എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ മരിച്ച ഒരുവന്റെ സ്നേഹത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ആ സ്നേഹാനുഭവം എപ്പോഴും നമ്മെ ഗ്രസിച്ചു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുരിശുമരണത്തെ സംബന്ധിച്ചും മനുഷ്യരക്ഷയെ സംബന്ധിച്ചും നിരവധിയായ പാഠങ്ങളും പാഠഭേദങ്ങളും
നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ഈ കുരിശുമരണത്തോടും യേശുവിന്റെ ജീവാർപ്പണത്തോടും എങ്ങനെ ചേർത്ത് വെക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. അത് മറിയത്തെക്കുറിച്ചാണ്. ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും, ഏത് തകർച്ചകളിലും, ഏത് വീഴ്ചയിലും എപ്പോഴും ഒരു സഹായമായി കൂടെ വന്ന ഒരു ഓർമ്മയാണ് മറിയത്തെക്കുറിച്ച് എനിക്കുള്ളത്. അത് വ്യക്തിപരമായൊരു കാര്യമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ മറിയത്തിന്റെ ഒരു തുണ എന്നോടൊപ്പം ഉള്ളത് എപ്പോഴും പറയാറുണ്ട്. അത് അവർ പറഞ്ഞുള്ള ഒരു അറിവല്ല. ജീവിതത്തിന്റെ നിരാശ്രയ ഘട്ടങ്ങളിൽ ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ക്രിസ്തുഭാവത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ എല്ലാ വരൾച്ചയിലും വറുതിയിലും മറിയം എപ്പോഴും ഒരു കൂടെയുള്ള തുണയായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് ഞാൻ മറിയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനിടയായി. എപ്പോഴും സഹായമുള്ള ഒരമ്മയായി മറിയത്തെ ഞാൻ അനുഭവിക്കാനിടയായി. അതൊരു പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അപമാനങ്ങളുടെയും ഒക്കെ നടുവിൽ ഒരാശ്വാസമായി മറിയത്തിന്റെ തുണ കൂടെ ഉണ്ടായതുകൊണ്ടാകാം. ക്രിസ്തുവിലേക്ക് എന്നെ ചേർത്ത് വയ്ക്കാൻ മറിയത്തോളം ശക്തയായ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഓർക്കുമ്പോൾ അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് സ്വയം അനുഭവപ്പെട്ടിട്ടുള്ളത്. മറിയം അത്ര നിശബ്ദമായി, സ്നേഹപൂർണമായി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അമ്മയുടെ സൗമ്യഭാവമാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള കഥകളിൽ, കേട്ടിട്ടുള്ള ചിത്രീകരണങ്ങളിൽ വ്യാകുലം നിറഞ്ഞൊരു അമ്മയായി, 7 ആളുകൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ദുഃഖപൂർണ്ണയായിരിക്കുന്ന ഒരു അമ്മയായി കാണാനിടയായി. എന്നെ വളരെ സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പുത്തൻപാന കേൾക്കുമ്പോൾ വ്യാകുലപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഒരു അമ്മയുടെ ചിത്രം മുമ്പിൽ വരും. വാസ്തവത്തിൽ എന്നെ അതിശയിപ്പിച്ചതും എപ്പോഴും ചിന്തിപ്പിച്ചതുമായ ഒരു കാര്യമാണ്, മറിയം അങ്ങനെ കരയുമോ? ഞാൻ ഏറ്റവും ബലവത്തായി കണ്ടത് അമ്മയുടെ ഹൃദയത്തെയാണ്. കാരണം ഇത്ര സഹനങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരാൾ, സ്വന്തം മകൻ കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ അത് കണ്ടിട്ടും ഹൃദയം പൊട്ടാതെ നിൽക്കാൻ പറ്റിയൊരമ്മ. എത്രത്തോളം വിശാലമായ ഹൃദയത്തോടെ മനുഷ്യകുലത്തെ ആകെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൽ അവൾ പൂരിതയായിരുന്നു എന്നതിന്റെ ഒരു വലിയ അടയാളമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. സാധാരണ എപ്പോഴും അബലയെന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന മകന്റെ കുരിശുമരണം നേരിട്ട് കണ്ടുകൊണ്ടും അവനോടൊപ്പമായിരുന്നു കൊണ്ടും അനുഭവിക്കുന്നു. കുരിശിൽ ഭരിക്കുന്ന ക്രിസ്തുവിനോളം ചേർന്ന് നിൽക്കാൻ മറിയത്തിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തിയത് വിശ്വാസമാണ്. മറിയം വിശ്വാസികളുടെ മാതാവാണ് എന്ന് ഞാൻ കരുതാൻ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളാണ് യഥാർത്ഥത്തിൽ പുത്തൻപാനയ്ക്ക് പകരം എന്ന് പറയാവുന്ന ഒരു കാവ്യം മറിയത്തെക്കുറിച്ച് എഴുതണം എന്ന ചിന്തയുണ്ടായത്. അമ്മ എന്ന പേരിൽ അത് യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അത് ഈ തിരുവിഷ്ടം മീഡിയയിൽ അതുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ അമ്മ പരിതപിക്കുകയല്ല, അമ്മ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുകയാണ്. നമ്മൾ കരയും. മനുഷ്യർക്ക് സഹജമായൊരു കാര്യമാണ് സങ്കടം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കരയും. പക്ഷെ അങ്ങനെ നമ്മൾ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓർത്ത് കരയുന്ന സമയത്ത് കരയണ്ട, ഇതിനർത്ഥമുണ്ട് എന്ന് പറയാൻ കെൽപ്പുള്ള ഒരാളായിട്ടാണ് മറിയത്തെ ഞാൻ കാണുന്നത്. സാധാരണ അമ്മമാരങ്ങനെയാണല്ലോ, കുട്ടികൾ വീഴുമ്പോൾ പേടിക്കണ്ട, കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന, കൂടുതൽ നടക്കാൻ പഠിപ്പിക്കുന്ന, ജീവിതത്തിൽ ഏത് സങ്കടങ്ങളിൽ പെട്ടു പോകുമ്പോഴും സാരമില്ല എന്ന് പറയുന്ന, ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കാൻ കഴിയുന്ന ഒരാളായിട്ടാണ് അമ്മയെ നമ്മൾ കാണുന്നത്. അറിവിന്റെ വഴിയിലേക്ക് നയിക്കാൻ അമ്മയോളം നമ്മെ സഹായിക്കുന്ന ഒരു ബലം ശൈശവത്തിലില്ല. മുതിർന്നു വരുമ്പോഴാണ് ഈ കൈവിട്ട് കുതറി ഓടാനുള്ള ശ്രമമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ അമ്മ 7 വ്യാകുലങ്ങൾ ഏറ്റുവാങ്ങിയവളാണ്. അവളുടെ ഹൃദയത്തെ 7 വ്യാകുലങ്ങൾ തുളച്ചു. 7 വ്യാകുല വാളുകൾ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു മറിയം എന്ന ചിന്ത പലപ്പോഴും ധ്യാന വിഷയമായി. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത്. ഇങ്ങനെ മറിയം കരഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ മറിയം കരയില്ല. കാരണം മറിയം ദൈവത്തോട് പറഞ്ഞൊരു വാക്കിൽ ഉറച്ചു നിൽക്കുന്നവളാണ്.
ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് നിറവേറട്ടെ. അതായത് ജീവിതത്തെ മുഴുവൻ ദൈവവാക്കിന്റെ നിറവേറലായി തിരിച്ചറിഞ്ഞ ഒരാളുടെ പേരാണ് മറിയം. മറിയം നൽകുന്ന മാധ്യസ്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം അത് തന്നെയാണ്. ദൈവേഷ്ടത്തിന് വിധേയപ്പെടാൻ, സ്വയം സമർപ്പിക്കാൻ, ആത്മബലമുള്ളവരാക്കി നമ്മെ മാറ്റുക എന്ന തുണയാണ് മറിയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യസ്ഥം. 7 തവണയാണ് മറിയത്തിന് ഈ വ്യാകുലപാടുകൾ. ഒന്ന് ശിമയോന്റെ പ്രവചനമാണ്, രണ്ടാമത് ഈജിപ്തിലേക്കുള്ള പലായനമാണ്, മൂന്നാമത് യേശുവിനെ നഷ്ടപ്പെടുന്നതാണ്, നാലാമത് കുരിശിന്റെ വഴിയിൽ അവനെ കണ്ടുമുട്ടുന്നതാണ്, അഞ്ചാമത് യേശുവിന്റെ കുരിശുമരണമാണ്, ആറാമത് മറിയത്തിന്റെ മടിയിലേക്ക് യേശുവിന്റെ ശരീരം ഇറക്കി വയ്ക്കുന്നതാണ്, ഏഴാമത് യേശുവിന്റെ സംസ്കാരമാണ്. ഏറ്റവും വേദനാകരമായ 7 അനുഭവങ്ങളിലൂടെ മറിയം കടന്നു പോകും. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലുമൊക്കെ സഹനങ്ങളുടെ വാളുകൾ നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കും. അങ്ങനെ കീറിമുറിക്കുമ്പോൾ പതറാതിരിക്കുക, അതിനകത്ത് അർത്ഥം കണ്ടെത്താൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് കഴിയാതെ പോകുന്നു അതാണ്. മനുഷ്യ സഹജമായി നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വീഴ്ച ഒരു തകർച്ചയോ വേദനയോ ഒരു ദുരന്താനുഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നു. നാം ദുഃഖത്തിന് അടിപ്പെട്ടു പോകാൻ. ദുഃഖം സന്തോഷമായി മാറും എന്ന് പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ദുഃഖത്തിന്റെ എതിർഭാഗം സന്തോഷമാണെന്ന് പറയുന്നതിനേക്കാൾ ദുഃഖത്തിന്റെ എതിർഭാഗം അനുതാപമാകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അനുതാപം എന്നത് ഹൃദയം ജ്വലിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിലുടനീളം ഹൃദയം ജ്വലിക്കുന്നവരായി മാറാനാണ് മറിയം നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ഹൃദയം എപ്പോഴും ക്രിസ്തു സ്നേഹത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതത്തിലെ പ്രയാസങ്ങളൊന്നും നമ്മെ ബാധിക്കില്ല. വിശുദ്ധരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് രക്തം ഛർദ്ദിക്കുന്ന കൊച്ചുറേസ്യയ്ക്ക് വ്യാകുല ചിന്തയില്ല. മഹോദര രോഗം പിടിപെട്ട് മരണത്തോടെടുക്കുന്ന അൽഫോൻസയ്ക്ക് ഈ ജീവിത സഹനം ഒരു കയ്പല്ല. അതുകൊണ്ട് ലൗകികാശ്വാസങ്ങളെ കയ്പാക്കി മാറ്റണമെന്നാണ് ആ സമയത്തും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധാത്മാക്കളെയൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, ജീവിത സഹനങ്ങളെ നിസ്സാരമായി കാണാൻ അവർക്ക് കഴിയുന്നത് ഇപ്രകാരം ഒരു തുണയുണ്ടായിരുന്നത് കൊണ്ട്. കഷ്ടതകളിലും സഹനങ്ങളിലുമൊക്കെ അതിനെ നേരിടേണ്ടത് അതിനപ്പുറത്ത് നിൽക്കുന്ന പ്രത്യാശയിലേക്ക് ഹൃദയമൂന്നിയിട്ടാകണം എന്ന് പഠിപ്പിക്കാൻ മറിയത്തോളം പോകുന്ന ഒരു തുണ വേറെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മറിയം സഭയുടെ ഗുരുനാഥയാണ് എന്ന് പറയുന്നത്. ജീവിത സഹനങ്ങളിലൂടെ കടന്നു വന്ന 2000 വർഷത്തെ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണാവുന്നത് സഹന നിമിഷങ്ങളിലും സങ്കടങ്ങളിലും ദുരന്തങ്ങളിലുമൊക്കെ ദൈവത്തിൽ നിന്ന് അകലാതെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അർത്ഥം തിരിച്ചറിയാൻ കഴിയുന്ന, ജ്ഞാനം തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാക്കി നമ്മളെ മാറ്റുന്നത് മറിയത്തിന്റെ തുണ കൂടിയാണ്. മറിയം എങ്ങനെയാണ് അതിൽ നേരിട്ടത് എന്നതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ വാളായിട്ട് മറിയത്തിന്റെ ഹൃദയത്തെ തുളച്ചു കയറുന്നത് ശിമയോന്റെ വാക്കുകളാണ്. ദേവാലയത്തിലേക്ക് തങ്ങൾക്കുണ്ടായ കുഞ്ഞിനെ കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുപോവാണ്. 2 ചങ്ങാലിപ്രാവുകളെയൊക്കെ കാഴ്ചവെച്ച് ഈ ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നു. യഹൂദാചാരം അനുസരിച്ച് ദേവാലയത്തിൽ അങ്ങനെ കൊണ്ടുചെല്ലുമ്പോഴാണ് ശിമയോന്റെ പ്രവചനം. ലൂക്കാസ് സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 34-35 തിരുവചനങ്ങൾ നമുക്കത് കാണാം. ഇത്ര പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ദേവാലയത്തിലേക്ക് എത്തുന്ന മറിയത്തിനോട് ശിമയോൻ പറയുന്നത് പ്രത്യക്ഷത്തിൽ ഒരു പ്രവചന സ്വഭാവമുള്ളതാണ്, പക്ഷെ അത്ര നല്ല വാക്കുകളല്ല. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുന്നു എന്നാണ് പറയുന്നത്. ഇവൻ വിവാദ വിഷയമാകും. ജനിച്ച കുഞ്ഞ് വിവാദ വിഷയമാകുമെന്നും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് പറയുമ്പോൾ ഏതമ്മയുടെ ഹൃദയത്തിലും ഒരു വാൾ തുളച്ചു കയറും. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആ സമയത്ത് ദൂതൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടാവും. യെശയ്യാ പ്രവചനം 7:14, ഇവൻ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവനാണ്. ആ വാക്കുകൾ മറിയത്തിന്റെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഈ പ്രവചനം കേൾക്കുന്നു, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് മാലാഖ പറഞ്ഞ മംഗളവാർത്തയും അതിനോട് കൊടുത്ത പ്രത്യുത്തരവും ഈ വാക്കുകളും ചേർന്ന് തിരിച്ചറിവിലേക്ക് വരുന്നു. ആ തിരിച്ചറിവ് മറിയത്തിനേറ്റ വ്യാകുലത്തിന്റെ മുറിവുകളിൽ നിന്നും സ്നേഹമൊഴുക്കാൻ കാരണമായി മാറി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
മറിയം അവിടെ വിലപിക്കുകയല്ല. ആ വാളേറ്റപ്പോ നൊമ്പരപ്പെടുകയല്ല. ആ വാളേറ്റപ്പോ ദൈവത്തിന്റെ വാക്കുകൾ പൂർത്തിയാകുന്നതിനെ കുറിച്ചുള്ള ബോധം, ജ്ഞാനം, ആത്മാവിന്റെ ദാനങ്ങളിൽ ജ്ഞാനം മറിയത്തിന്റെ ഉള്ളിനെ ഉണർത്തുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്താനുഭവം ഉണ്ടാകുമ്പോൾ, ക്ലേശം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപമാനം കേൾക്കുമ്പോൾ, ഭാവിയെ സംബന്ധിച്ച ഒരു ഉത്കണ്ഠ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ആ ഉത്കണ്ഠ നമ്മെ ഭരിക്കാനിടയാകുന്നത് ജ്ഞാനം ഹൃദയത്തെ ഉണർത്താത്തത് കൊണ്ടാണ്. ദൈവാത്മാവിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ പരിശോധിക്കാൻ തയ്യാറാകുന്ന ഒരാളുടെ മുൻപിലേക്കാണ് ഒരു ഭാവി ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു ഭീഷണി, അല്ലെങ്കിൽ ജീവിതം നേരിടാൻ പോകുന്ന കൈപ്പേറിയ ഒരു അനുഭവം കടന്നു വരുന്നതെങ്കിൽ, ഹൃദയത്തിൽ ആ സംഭവത്തെ സംഗ്രഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ദൈവവചനമാകുന്ന ക്രിസ്തുവുമായും ദൈവാത്മാവിന്റെ പ്രവൃത്തിയുമായി ഇതിനെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും അതിൽ നിന്ന് ജ്ഞാനമുണ്ടാകും. ഒരു അപമാനിതമാകുന്ന നിമിഷത്തിലോ പീഡയേൽക്കേണ്ടി വരുന്ന നിമിഷത്തിലോ ക്രിസ്തുവിനോട് സമമായി തീരുന്നുവെന്നും അവന്റെ രക്ഷയിൽ ഭാഗവാക്കാകുന്നുവെന്നും ഹൃദയത്തിലൊരു ബോധ്യം വന്നാൽ കൊള്ളുന്ന അടികൾക്ക് മധുരമുണ്ടാകും. അസ്ഥിയെ തകർക്കുന്ന അടിയേൽക്കുമ്പോൾ ഹൃദയത്തിന് ഉണർവുണ്ടാവും. ഏൽക്കുന്ന ഓരോ പീഡയും ലഹരിയായിട്ട് മാറും. അപമാനങ്ങളുടെ നിമിഷങ്ങളിൽ ഉള്ളുപെടയാതെ നിന്നോടൊപ്പം വന്ന് ഹൃദയം കൊണ്ട് പറയാൻ കഴിയും. സാധാരണ അപമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോട് പരാതിപ്പെടാണ്, സങ്കടം ഉണ്ടാകുമ്പോൾ പരാതിപ്പെടാണ്. അങ്ങനെ പരാതിപ്പെടാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും. കാരണം നമ്മുടെ ഹൃദയത്തെ അപ്പം ഭരിക്കുന്നത് നമ്മുടെ അകത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ പോകുന്നത് കൊണ്ടാണ്, അഥവാ പരിശുദ്ധാത്മാവിന്റെ ദാനമായ ജ്ഞാനത്തിൽ ഹൃദയം ഉറയ്ക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അസ്വസ്ഥപ്പെടുന്നത്. മറിയം വ്യാകുലപ്പെട്ടയാളല്ല, വ്യാകുലമാണ് ഹൃദയത്തിൽ തുളച്ചു കയറുമ്പോഴും അർത്ഥം തിരിഞ്ഞവളാണ്, ജ്ഞാനബോധമുള്ളവളാണ്. മറിയത്തിന്റെ ഈ ജ്ഞാനത്തിലേക്കാണ് പരിശുദ്ധാത്മാവിൽ നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ അർത്ഥത്തെ തിരിച്ചറിയാൻ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണം, ജീവിതാനുഭവങ്ങളെ സംഗ്രഹിക്കണം. ആ സംഗ്രഹിക്കപ്പെടുമ്പോൾ ദൈവാത്മാവിന്റെ വെളിപ്പെടുത്തലിനനുസരിച്ച് ഹൃദയം ചലിക്കുമെങ്കിൽ നിശ്ചയമായും വ്യാകുലങ്ങൾ ജയിക്കാൻ പറ്റും. അമ്മ നൽകുന്ന പാഠം അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറിയത്തിലേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വാൾ ഈജിപ്തിലേക്കുള്ള പലായനമാണ്. അത്ര സുഖകരമായൊരു അനുഭവമല്ല. തന്റെ കുഞ്ഞിനെ വധിക്കാൻ രാജശക്തികൾ, ഭരണാധികാരികൾ ശ്രമിക്കുന്നു എന്ന അറിവാണ്. അതുകൊണ്ട് ഓടിപ്പോകാം അറിയാത്തൊരു ദേശത്തേക്ക്. പ്രത്യേകിച്ചും മറിയത്തെ സംബന്ധിച്ച് വചനം അവൾക്ക് ഹൃദയസ്ഥമായതുകൊണ്ട് അവൾക്കറിയാം ഈജിപ്തിലേക്കുള്ള ഓട്ടം, ഈജിപ്തിന്റെ അടിമത്വം, അതൊക്കെ മറിയത്തിന്റെ ഹൃദയത്തിലുണ്ടാവും. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകാനായിട്ട് ഒരവസരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിർബന്ധിതമാകുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ പലായനം ഹൃദയത്തിൽ ഒരു മുറിവേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്രകാരമുള്ള മുറിവിനെ മറിയം ഹൃദയത്തിനകത്ത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അത് ഒരു ദൈവിക ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ സമ്മതം കൊടുക്കലിന് വീണ്ടും ഒരു അവസരം എന്ന നിലയ്ക്ക് മറിയത്തിനത് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഹൃദയം പതറാതിരിക്കുന്നവളാണ് മറിയം. ഈ കുഞ്ഞ് ദൈവശിശുവാണെന്ന് തിരിച്ചറിയുകയും ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുകയും അവൻ ഈ ലോകരക്ഷയ്ക്ക് വന്നതാണെന്ന് മനസ്സിലാക്കുകയും അവൻ ഒരു ദൗത്യത്തിനായി തന്നെ നിയോഗിക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രതികൂലത്തെ നേരിടാൻ മറിയത്തിന് കഴിയുന്നു. മറിയം തകർന്നു പോകുന്നവളല്ല, പതറിപ്പോകുന്നവളല്ല, ഹൃദയബലമുള്ളവളായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ അവസ്ഥാമാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറുക വളരെ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരു ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ വീട് വിട്ടിറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ തകർന്നു പോകുന്നൊരു സമയമാണ്. പക്ഷെ ഒരു ദൈവനിയോഗമാണ് അതിന്റെ പുറകിലെന്നും ദൈവം ഇത് ആഗ്രഹിക്കുന്നുവെന്നും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിതം നയിക്കപ്പെടുകയാണ്. ഭൗതിക സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈവികമായ ഒരു അടയാളമായിട്ട് തിരിച്ചറിയാൻ മറിയത്തിന് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ വാളും മറിയത്തെ മുറിവേൽപ്പിക്കുകയല്ല, അതിലൂടെ അവളുടെ ഹൃദയം ജ്വലിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഈ അവസ്ഥാമാറ്റത്തെക്കുറിച്ചുള്ള ബോധ്യം മറിയത്തിനുണ്ടാകുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ്.
ആദ്യം സ്വർണ്ണക്കട നടത്തിയിരുന്ന ആളാണ്, അത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്, പിന്നീടുള്ള അരിക്ഷിതാവസ്ഥയുണ്ട്, ചെയ്യുന്ന ജോലികളുണ്ട്. പല സാഹചര്യങ്ങളിൽ നിന്നും ഇങ്ങനെ നമ്മൾ പറിച്ചു മാറ്റപ്പെടുന്നത് പോലെ, ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്ന പോലെ അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് തുണയായത് മറിയാണ്. നമ്മൾ പലായനം ചെയ്യപ്പെടുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ ദൈവിക ദൗത്യത്തിനായി നിയോഗിക്കപ്പെടുമ്പോൾ ഒരു സ്ഥിരത അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉറപ്പ് കാണാൻ കഴിയാത്ത വിധം ക്രിസ്തുവിലേക്ക് ഹൃദയം അടുപ്പിക്കുക. അതുകൊണ്ട് ഇതൊരു ദൈവനിയോഗമാണ്, ഇത് ദൈവം ഏൽപ്പിക്കുന്ന ജോലിയാണ്, ദൈവം എന്നെ അയക്കുകയാണ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തലികമായ ഹൃദയഭാവം ഉണ്ടല്ലോ, ആ ഹൃദയഭാവം മറിയത്തെ നമുക്ക് കാണാം. അതുകൊണ്ട് മറിയത്തിന്റെ ഹൃദയം വ്യാകുലത്തിൽ മുങ്ങിപ്പോകല്ല ചെയ്യുന്നത്, അവൾ വ്യാകുലവാളിനാൽ മുറിക്കപ്പെടുന്നു. ആ മുറിവിൽ നിന്നോ ഉണരുന്നത് ദൈവസ്നേഹമാണ്. ദൈവത്തോട് ആദ്യം പറഞ്ഞ ആ സമ്മതത്തെ കൂടുതൽ കരുത്തുള്ളതാക്കുക. മൂന്നാമത്തെ വാൾ യേശുവിനെ നഷ്ടപ്പെടുന്നതാണ്. യേശുവിനെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതാനുഭവമായിട്ട് ചിന്തിക്കുമ്പോൾ ആലോചിക്കണം. അവര് ദേവാലയത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞു. അപ്പോഴാണ് യേശു കൂടെയില്ലെന്ന് അറിയുന്നത്. പുരുഷാരത്തിന്റെ കൂടെ തിരക്കുകളിൽപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ, സംഘങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് കരുതി അവർ അങ്ങനെ യാത്ര ചെയ്തു. ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുണ്ടായി. മറിയം തിരികെ നടക്കുന്നു. അങ്ങനെ തിരികെ നടക്കുമ്പോഴാണ് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്നത്. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് സമീകരിച്ച് നോക്കാൻ വേണം. കാരണം നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾക്കകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ക്രിസ്തുബോധത്തിൽ നിന്ന് അകന്നു പോകും, നമ്മൾ അറിയില്ല. കൂടെ ഉണ്ടല്ലോ കർത്താവ് എന്ന് നമ്മൾ കരുതും. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. ചിലരൊക്കെ അങ്ങനെയാണല്ലോ, തിരക്കുകളുണ്ടാവും, പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല, കൂദാശകൾ ഒഴിവാക്കപ്പെടുന്നു. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ദൈവത്തിനെല്ലാം അറിയാലോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഈശോയെ ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ജീവിതത്തിനകത്ത് നിന്ന് ഈ ക്രിസ്തുബോധം ചോർന്നു പോകുന്നത് പലപ്പോഴും നമ്മൾ അറിയില്ല. ഒരു തിരികെ നടപ്പ് അനിവാര്യമാണ്. അത് ഈ യേശുവിനെ കാണാതാകുന്ന സംഭവത്തിനകത്ത് നമുക്ക് കാണാം. മറിയം തിരികെ നടക്കുന്നു, ദേവാലയത്തിലെത്തുന്നു, അവിടെ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്നു. അവിടുത്തെ വേദജ്ഞരുമായി തർക്കിക്കുക ദേവാലയത്തിലേക്ക്. യേശു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? മറിയത്തിന് യേശു പറഞ്ഞതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ അതും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ജീവിതത്തിനകത്ത് പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കേണ്ടതാണ് യഥാർത്ഥ കടമയെന്ന് ഓർമ്മപ്പെടുത്തുന്ന ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ മറിയം ആദ്യത്തെ വാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്, പിതാ കർത്താവിന്റെ ദാസൻ. അതുകൊണ്ട് യേശുവിൽ നിന്ന് അവൾ സ്വീകരിക്കുന്ന ഈ ഉണർത്തൽ ജീവിതത്തിൽ ഉടനീളം അവർ ചേർത്ത് കൊണ്ടുപോകുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ക്രിസ്തു അനുഭവത്തിൽ നിന്ന് അകലമുണ്ടാകുമ്പോൾ നാം തിരിച്ചറിയുന്നത്? മറിയത്തിന് തുണ പ്രധാനമായിട്ട് വരുന്ന അവിടെയാണ്. ഇപ്പൊ ജപമാല അർപ്പിക്കുക, നിരന്തരം കൊന്തയില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുമല്ലോ, ഇത് കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ ആക്കി മാറ്റാൻ. യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മറിയത്തിന്റെ തുണയാണ് ജപമാല. അതുകൊണ്ടാണ് ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുബോധത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമ്മ ചെല്ലുന്നത്, അല്ലാതെ മറിയത്തെ സ്തുതിക്കാൻ വേണ്ടിയല്ല. മറിയം ഒരു സ്തുതിവചനം കേട്ട് ഉൾപ്പുളവ് കൊണ്ടാകുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ക്രിസ്തുവിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കാൻ വേണ്ടി അവൾ തന്നെ നൽകുന്നവളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അവിടെ മറിയം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഹൃദയത്തിൽ ഇപ്രകാരം ക്രിസ്തു അകന്നു പോകുന്ന, കാണാതായി പോകുന്ന വേദന ആഴ്ന്നിറങ്ങുമ്പോൾ തിരികെ നടക്കേണ്ടതുണ്ട്. പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന ക്രിസ്തുപാഠം അവിടെ ഉണർത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മറിയം വ്യാകുലപ്പെട്ടവളല്ല, മറിയം ആ സംഭവത്തിലൂടെ കരുത്താർജിച്ചവളാണ്. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ, അവനോടൊപ്പമുള്ള യാത്രയിൽ മുൻപോട്ട് പോകാൻ അത് അവളെ ബലപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് കാണാം, യേശുവിന്റെ യാത്രയിൽ, കാൽവരിയിലേക്കുള്ള യാത്രയിൽ മറിയം കൂടെ നടക്കുന്നു. ഏറ്റവും വേദനാകരമായ ഒരു അനുഭവമല്ലേ? സ്വന്തം മകൻ, നന്മ മാത്രം പറയുന്ന മകൻ, അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവൾക്കറിയാം, അവനേൽക്കുന്ന സഹനങ്ങൾ അറിയാം, അവൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാം. പക്ഷേ അവൻ ഭരണാധികാരികളാലും മതാധികാരികളാലും ക്രൂരമായി വേട്ടയാടപ്പെടുന്നു, അവൻ പരസ്യമായി അധിക്ഷേപിക്കപ്പെടുന്നു, അവനെ കുരിശിലേക്ക് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞിനെ നോക്കി ധൈര്യത്തോടെ പിന്നെ ചെല്ലാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിൽ എത്രത്തോളം ബലമാർജിച്ചതായിരിക്കണം അറിയാം. ജീവിതത്തിലെ കഷ്ടനിമിഷങ്ങളിലും വേദനകൾക്കകത്തും എപ്രകാരമാണ് ഹൃദയബലം പ്രാപിക്കേണ്ടതെന്നും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യേണ്ടതെന്നും കൃത്യമായി പഠിപ്പിക്കുന്ന ആളാണെന്ന് അറിയാം. അതുകൊണ്ട് തകർന്നു പോകുന്ന നിമിഷങ്ങളിലും ജീവിതത്തിൽ എവിടെയെങ്കിലും അപമാനം ഏൽക്കുമ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും പതറിപ്പോകാതിരിക്കാൻ കരുത്തു പകരുന്ന ഒരോർമ്മയായിട്ടാണ് മറിയത്തിന്റെ ഹൃദയത്തെ തുളച്ച ഈ വ്യാകുലവാൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്.
അപ്പൊ മറിയം ഒരു തുണയാണ്. മറിയത്തിനൊരു നോട്ടം ഒരു തുണയാണ്. ജീവിതത്തിലെ സങ്കട നിമിഷങ്ങളിൽ മറിയത്തിലേക്ക് നോക്കുമ്പോൾ മറിയം ശാന്തമായിട്ട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് ചെയ്യുവിൻ. എന്നെ നിങ്ങളെ മക്കളായിട്ടാ മറിയം കാണുന്നത്. അതുകൊണ്ട് മക്കളെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹം യഥാർത്ഥത്തിൽ അനുഭവിച്ചത് മറിയത്തിൽ നിന്നാണ്. ഏത് തെറ്റിപ്പെട്ടു പോകുമ്പോഴും, വീഴ്ച ഉണ്ടാകുമ്പോഴും, പതറിപ്പോകുമ്പോഴും, ആക്രമിക്കപ്പെടുമ്പോഴും എത്ര ശാന്തമായും സ്നേഹാർദ്രമായും അവൾ എന്നെ നോക്കുന്നുണ്ട്. അവൾ എന്നെ തേടുന്നത് ക്രിസ്തുവിന്റെ മുഖമാണ്. അടികൊള്ളുമ്പോ ഒരു ക്രിസ്തുവിനെ അവൾ എന്നിൽ കാണുന്നു. ഞാൻ എന്നിൽ ക്രിസ്തുവിനെ കാണണമെന്ന് അവൾ എന്നെ പഠിപ്പിക്കുന്നു. വ്യാകുലവാൾ അവളെ മുറിക്കുകയല്ല, അവളുടെ ഹൃദയത്തെ ഉണർത്തുകയാണ്, ബലപ്പെടുത്തുക. ഞാൻ ചിലതൊക്കെ പറയാൻ വിട്ടുപോയതെന്ന് പറയാം. ഈ പലായനത്തിന്റെ സമയമുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി, ജ്ഞാനം, ബുദ്ധി പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ജീവിതത്തിൽ ഒരു പലായനം ഉണ്ടാവുമ്പോൾ, ഒരു സ്ഥാനചലനം ഉണ്ടാവുമ്പോൾ അവിടെ ദൈവികമായ ബുദ്ധിയിൽ ആശ്രയിക്കണം. ദൈവം എന്തായിരിക്കും ഇതിലൂടെ എന്നോട് പറയുന്നത്? അതാണ് ദൈവികമായ ബുദ്ധി. വിവേകം അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, മാനുഷികമായ വിവേകമല്ല. മൂന്നാമത്തെ വാളായിട്ട് നമ്മൾ കണ്ടത് യേശുവിനെ നഷ്ടപ്പെടുകയും ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യുന്ന സംഭവത്തിലാണ്. അവിടെ പ്രവർത്തിക്കുന്നത് എന്താ? അവിടെ അറിവുണ്ടാകും. ആ അറിവ് എന്താണ്? അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു അറിവാണ്. ക്രിസ്തുവിനെ നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ അവനെ തിരിച്ചറിയാൻ, നിന്റെ പ്രവൃത്തി എന്താണെന്നറിയാൻ, ആ അറിവിലേക്കാണ്. ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പരിശുദ്ധാത്മാവിന്റെ ദാനമായ അറിവ് അവിടെ പ്രയോഗക്ഷമാവും. നാലാമത് കുരിശിന്റെ വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടുന്നതാണ്. അവിടെയാണ് ദൈവിക ആലോചനയില്ല, ദൈവവുമായുള്ള ആലോചന. എന്തുകൊണ്ട് ഈ കുരിശ്, എന്തുകൊണ്ട് ഈ സഹനം എന്ന ആലോചന ജീവിതത്തിന്റെ വഴിയിൽ എപ്രകാരം ഈ വേദനാകരമായ സമയത്തെ മറികടക്കാൻ ഉപകാരപ്പെടുമെന്ന് മറിയം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സഹന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവിക ആലോചന ഇല്ലാണ്ടായിട്ട് പോകും. മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളാണ്. ദൈവിക ആലോചന അവിടെ ഉപകാരപ്പെടുന്നുണ്ട്. അഞ്ചാമത് യേശു കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയമാണ്. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ നമുക്കിത് കാണാം. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന മറിയം വ്യാകുലത്തിന്റെ ഏറ്റവും മൂർധന്യത്തിക്കുന്ന സമയമാണ്. നഗ്നനാക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന മകൻ, താൻ ഓമനിച്ച് വളർത്തിയ തന്റെ മകൻ കുരിശിൽ. ആ സമയത്ത് മറിയം ആത്മധൈര്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം കാണിക്കുന്നു. പതറിപ്പോകാത്തവൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം മക്കൾക്ക്, എത്ര പ്രായമായവരാകട്ടെ, മക്കൾക്ക് ഒരു ആപത്തോ വിഷമോ ഉണ്ടായാൽ ഏതമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുക? മനുഷ്യത്വം എന്ന് പറയുന്നൊന്നില്ലേ? സ്വന്തം മകൻ കുരിശത്തറയ്ക്കപ്പെടുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഇട്ടിട്ട് ഓടിയ സമയത്തും ഓടിപ്പോകാതെ കുരിശിൻ ചോട്ടിൽ നിന്ന് പെടഞ്ഞു മരിക്കുന്ന മകന്റെ ജീവിതം കാണുന്ന മറിയം ആത്മധൈര്യം വെളിപ്പെടുത്തുകയാണ്. അത് കേവല ധൈര്യമാണ്. ക്രിസ്തുവിനെ അഭയമായി കാണുന്നതിന്റെ, അവനൊരു രക്ഷ കാണുന്നതിന്റെ, രക്ഷകന്റെ മുഖം പ്രകാശിക്കുന്നത് തിരിച്ചറിയുന്നതിന്റെ ധൈര്യമാണ്. ഈ ആത്മധൈര്യം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത വഴിയിൽ ഉണ്ടാവണമെന്ന് മറിയം പറയാം. മറിയത്തിന്റെ ഹൃദയത്തെ തുളച്ചിറങ്ങിയ ക്രിസ്തുവിന്റെ മരണമാകുന്ന വാൾ അവളെ തളർത്തുകയല്ല, ആത്മധൈര്യമുള്ളവളാക്കി മാറ്റുക. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് അമ്മയായിട്ട് യേശു അവളെ നൽകിയത്. അത് അമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ ജീവിത സഹനങ്ങളുടെ ഏറ്റവും ദുരന്ത മുഖങ്ങൾക്കകത്തും ആത്മധൈര്യത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറണം എന്നാണ് അഞ്ചാമത്തെ ഈ വ്യാകുലവാൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആറാമത്തെ വ്യാകുലവാൾ യേശുവിന്റെ ശരീരം മടിയിൽ കിടത്തുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. താലോലിച്ചു വളർത്തിയ കുഞ്ഞ്, മുലയൂട്ടി വളർത്തിയ കുഞ്ഞ്, ജീവിതത്തിൽ ജന്മം കൊടുത്ത കുഞ്ഞ്, ആ കുഞ്ഞ് ശവമായി കയ്യിൽ കിടക്കുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്ന ഒരു മാനസികമായ പിരിമുറുക്കുണ്ട്, വേദന സ്വാഭാവികമായി മനുഷ്യത്വത്തിൽ ഉണ്ടാകാവുന്നത്. അതൊരു വാൾ തന്നെയാണ്. ആ മണിക്കൂറിനൊന്ന് കടന്നു പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്രകാരം വേദനാകരമായ അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ മറിയത്തിന്റെ വ്യാകുലവാൾ തുണയാകുന്നുണ്ട്. മറിയം അവിടെ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അവളുടെ മടിയിൽ കിടക്കുന്നത് മരിച്ചു പോയ ഒരു ശവശരീരമല്ല. അവൾക്കുറപ്പുണ്ട്
അത് ക്രിസ്തുവാണെന്ന്, അത് ദൈവമാണ്. ജീവിതത്തിലെ ഏത് വേദനാകരമായ അനുഭവത്തിനകത്തും ദൈവമുഖം കാണാൻ കഴിയുക എന്ന ദൈവഭക്തിയാണ് മറിയത്തിൽ പ്രകാശിതമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ദാനം. ഞാനും നിങ്ങൾ ദാനമുള്ളവരാ. ദാനം എത്രത്തോളം പ്രയോഗക്ഷമാകേണ്ടെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് മറിയത്തിന്റെ വ്യാകുലപാടിനെ ധ്യാനിക്കുമ്പോൾ അവൾ കരഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളും കരഞ്ഞുകൊണ്ടിരിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ എത്തിച്ചേരേണ്ടതെത്തില്ല. മറിയം കരഞ്ഞവളല്ല, കരുത്തയായവൾ. ഒരു സ്ത്രീ എന്തായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കണം. ഉറച്ച ഹൃദയമുള്ള, എന്തിനെ നേരിടാൻ കെൽപ്പുള്ള ഒരുവളാണ് സ്ത്രീ എന്ന പാഠമാണ് മറിയം നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ദുരന്താനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾക്കകത്ത് താഴ്ന്നു പോകുമ്പോൾ, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ, നഷ്ടങ്ങളുടെ മുഖത്ത് പ്രകാശിക്കുന്ന ക്രിസ്തുവിനെയും നമുക്ക് കാണാൻ പറ്റും. ഏഴാമത് നമ്മൾ കാണുന്നത് സംസ്കരിക്കപ്പെടുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഒരു സ്ഥലമാണ് ഖബറിടം. മണ്ണിൽ ഉപേക്ഷിച്ചു, ഇനിയില്ല. പലരും വേർപാടുകൾ ഉണ്ടാവുമ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയും അവര് ദൈവത്തിന്റെ സന്നിധിയിലാണല്ലോ, അവർ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എന്നാലും ഭൗതികമായി ഇനി അവരെ കാണാൻ കഴിയില്ല. ഭൗതിക ജീവിതത്തിനപ്പുറത്ത് ഉദ്ധാനത്തിന്റെ മഹത്വത്തെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ അവിടെ സന്തോഷത്തോടെ യാത്രയാക്കാൻ പറ്റൂ. കത്തോലിക്ക സഭ എപ്പോഴും ഒരു മൃതശരീരത്തെ ആദരവോടെ കാണുന്നത് ദൈവസന്നിധിയിലേക്ക് കയ്യേൽപ്പിക്കുന്നു എന്ന ഭാവത്തോടെയാണ്. ഒരു വിത്ത് മുളപ്പിക്കാനായിടുന്നു എന്ന ഭാവത്തോടെയാണ്. ഒരു അനശ്വര ശരീരം മുളയ്ക്കും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യമായ ജീവിതം. അതുകൊണ്ട് ഒരു ധാന്യം നിലത്ത് കുഴിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവത്തോടെ ഇത് മുളയ്ക്കും. അനശ്വരമായ പ്രത്യാശയിലേക്കാണ് നശ്വരത കടന്നു. മറിയത്തിന് ഉറപ്പുണ്ട്, തന്റെ പുത്രൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് എല്ലാ ശിഷ്യന്മാരും ഒക്കെ ഓടുമ്പോഴും മറിയം ഓടിയില്ല കബറിടത്തിലേക്ക്. യേശു ഉയർത്തുന്നവന്നിട്ട് അവൾ ഓടിയില്ല. കാരണം ഇത് അവൾക്ക് നേരത്തെ അറിയാം. അപ്പൊ ജീവിതത്തിന്റെ പരമാർത്ഥം തിരിച്ചറിയാൻ ദൈവഭയമുള്ളവരായി മാറും. ദൈവഭയത്തിന് രണ്ട് തലമുണ്ട്. നമ്മൾ കരുതുന്ന എപ്പോഴും ഈ പേടി എന്ന തരത്തിലാണ്. ദൈവഭയം എന്നത് ദൈവം അഭയമായി മാറുന്നൊരവസ്ഥയാണ്. അവനിലാണ് സമ്പൂർണത എന്ന ബോധ്യമാണ്. അങ്ങനെ ക്രിസ്തുവിൽ സമ്പൂർണമായ ഒരു ജീവിതം നയിക്കാനാണ് മറിയത്തിന്റെ തുണ. മറിയം വ്യാകുല മാതാവല്ല, അല്ലെങ്കിൽ വ്യാകുലങ്ങളിൽ മുങ്ങിപ്പോയവളല്ല. 7 വ്യാകുലപാടുകൾ ഹൃദയത്തെ തുളച്ചു കയറുമ്പോഴും ക്രിസ്തു സ്നേഹത്തിൽ അടിയുറച്ച് എനിക്കും നിനക്കും അമ്മയായി മാറി മറിയം നമ്മോട് കൂടെയുണ്ട്. ആ മറിയം ജീവിത വഴിയിൽ വ്യാകുലങ്ങളിൽ നിരന്തര തുണയും സഹായവുമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കാര്യസാധ്യത്തിനല്ല, ജീവിതത്തെ മറികടക്കുന്ന വഴിയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ, ഓരോ ജീവിത പ്രതിസന്ധിയിലും ക്രിസ്തുവിന്റെ മുഖം കാണാൻ മറിയം തുണയും സഹായവുമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.